കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായം വരെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി 10-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ 9 അധ്യായത്തിലൂടെ ദൈവം നമ്മളോട് ധാരാളം കാര്യങ്ങൾ സംസാരിച്ചു. ആദ്യം നമ്മളെ ആഹ്വാനം ചെയ്തു. നമ്മൾ മാനസാന്തരപ്പെട്ട് കൃപയാൽ സഭയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു നമ്മളോട് ആഹ്വാനം ചെയ്തു. അത് മാത്രവുമല്ല, ഓരോ സഭകളിലും വേണ്ടുന്ന മാറ്റങ്ങൾ, അവർക്ക് വരേണ്ടുന്ന മാനസാന്തരങ്ങൾ, ഓരോ വ്യക്തിക്കും വരേണ്ടുന്ന മാനസാന്തരങ്ങൾ, ഇതൊക്കെയും കർത്താവ് നമ്മളോട് ഇടപെടുകയുണ്ടായി. എന്നാൽ വീണ്ടും അടുത്തടുത്ത അധ്യായങ്ങളിലേക്ക് വന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ കാഹളങ്ങളും മനുഷ്യർ നേരിടാൻ പോകുന്ന അനർത്ഥങ്ങളും ഒക്കെ ദൈവം നേരത്തെ കൂട്ടി പറഞ്ഞു തരികയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവം മുന്നമേ പറയാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല. നമ്മൾ അനുസരിക്കാത്തതാണ് പല അനർത്ഥങ്ങൾക്കും കാരണമായി തീരുന്നത്. ഇന്നും ദൈവം നമ്മളോട് പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ മനുഷ്യർ അതിനെ നിസാരമായി തട്ടിക്കളയുകയാണ്. 9-ാമത്തെ അധ്യായത്തിൽ 2 കാഹളം ഊതുകയും 2 മാത് വെട്ടുക്കിളികളെ പോലെയുള്ള ദുഷ്ടസേന, ദുരാത്മാക്കൾ വെട്ടുക്കിളികളുടെ രൂപത്തിൽ വന്ന് ഭൂമിയിലേക്ക് വരികയും ഭൂമിയിൽ തേളിന്റെ ശക്തി അവർക്ക് ലഭിച്ചുകൊണ്ട് മനുഷ്യരെ പീഡിപ്പിക്കുന്നു. പക്ഷെ പീഡിപ്പിക്കുന്ന സമയത്ത് മനുഷ്യന് മരിക്കുവാനാകുന്നില്ല. മരണം കൊതിച്ചു പോകുന്നൊരു അവസ്ഥയാണ് അപ്പോൾ മനുഷ്യനുള്ളത്. അത് 6-ാമത്തെ ദൂതൻ വരുമ്പോൾ, കാഹളം ഊതുമ്പോൾ 1/3 മനുഷ്യർ വെന്തു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. തീയും പുകയും ഗന്ധകവുമായിട്ട് 1/3 മനുഷ്യർ നശിച്ചു പോകുന്നു. അപ്പൊ നമുക്ക് മാനസാന്തരപ്പെടാനും യഥാസ്ഥാനപ്പെടാനും ഒക്കെ തന്നേക്കുന്ന അവസരം ഇപ്പോഴാണ്. ഇനി നടക്കാൻ പോകുന്ന കാലഘട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ ദൈവം മുന്നമേ കൂട്ടി മനുഷ്യരെ നിങ്ങളോട് അറിയിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 10:1. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ലു ധരിച്ച് മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണു പോലെയും ഉള്ളവനായി. വെളിപ്പാട് 10:1 ആ വചനമാണ് നമ്മൾ കേട്ടത്. വളരെ ആഴമുള്ള ഭാരമേറിയുള്ളൊരു ദർശനമാണ് ഈ ഒരു വചനത്തിലൂടെ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ പ്രത്യേക നിയോഗം ലഭിച്ചിട്ടുള്ള ശക്തിയുള്ള ഒരു ദൂതനെയാണ്, ഒരു സാധാരണ ദൂതനല്ല, ശക്തിയായിട്ടുള്ളൊരു ദൂതനെ, ബലവാനായിട്ടുള്ള മറ്റൊരു ദൂതനെ അവിടെ നമ്മൾ കാണുകയാണ്. ദൈവം ഇനി ചെറിയ കാര്യങ്ങളല്ല, വലിയ വലിയ ഇടപെടലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. വലിയ സംഭവങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അയക്കപ്പെട്ടവനാണ് ബലവാനായിട്ടുള്ള മറ്റൊരു ദൂതൻ. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത്, കാരണം ഭൂമിയിൽ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദേശം ഭൂമിയിൽ നിന്നുള്ള സന്ദേശമാണ്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ബലവാനായിട്ടുള്ള ആ ദൂതൻ പറയുന്ന ഒരു അധികാരം ലഭിച്ചൊരു ദൂതൻ, നേരിട്ട് സ്വർഗത്തിൽ നിന്ന് അധികാരം ലഭിച്ചൊരു ദൂതൻ ഭൂമിയിലേക്ക് വരികയാണ്. അവിടെ മനുഷ്യ അഭിപ്രായമോ മനുഷ്യർ സംസാരിക്കുന്നതോ അല്ല, ദൈവത്തിന്റെ അന്തിമ തീരുമാനത്തിലേക്ക്, ദൈവത്തിന്റെ അന്തിമമായിട്ടുള്ള ക്രോധ കലശത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ അവിടെ കാണുന്നത്. ദൈവത്തിന്റെ നിയമവും കരുണയുമാണ് ഈ ആകാശവില്ലെന്ന് പറയുന്നത്. നോഹയോടുള്ള നിയമത്തിന്റെ ഓർമ്മ നമ്മളത് പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. നോഹയ്ക്ക് കൊടുത്ത ഒരു ഉടമ്പടിയാണ് അത്. ദൈവം അവനോടുള്ള നിയമമാണ് ആകാശത്തിൽ ആ ഒരു മഴവില്ല് വെച്ചത്. ഇവിടെ ഈ ഒരു ആകാശവില്ല് ദൈവത്തിന്റെ നിയമവും കരുണയും ഓർപ്പിക്കുന്നതാണ്. അതായത് ഇത് ന്യായവിധിയുടെ നടുവിലും ഈ ക്രോധകലശത്തിന്റെ നടുവിലും ദൈവം ഒരു നിയമത്തിന്റെയും അല്ലെങ്കിൽ ആ ഒരു കരുണയിലും നിലനിൽക്കുന്ന ഒരു ദൈവമാണ് അവിടെ എന്ന് കാണിക്കുകയാണ്. അപ്പോഴും ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും വരുന്നില്ല. പക്ഷെ മനുഷ്യരുടെ മനസ്സിന് മാറ്റമില്ലാത്തതും അവന്റെ അഹങ്കാരവും നിഗളവുമാണ് അവനെ ആ അനർത്ഥത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പോൾ ഈ ദൂതൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ലു ധരിച്ചും പിന്നെ മുഖം സൂര്യനെ പോലെയും. സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മഹത്വമാണ്, വെളിച്ചമുണ്ട്, സൂര്യനിൽ സത്യമുണ്ട്. അതായത് വെളിച്ചം, പ്രകാശമാണ്, ഇരുട്ടിനെ നീക്കുന്ന പ്രകാശമാണ് സൂര്യൻ. ദൈവത്തിന്റെ സത്യത്തെ മറയ്ക്കാൻ ആർക്കും കഴിയില്ല, കാരണം അത് വെളിവായിരിക്കുന്നു, ഇരുട്ടിലിരിക്കുന്നതല്ല,
മുഴുവനും വെളിച്ചത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അവന്റെ മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണു പോലെയും. തീ എന്ന് പറയുന്നത് ശുദ്ധീകരണമാണ്. ന്യായവിധിയും ശുദ്ധീകരണവും മൊത്തത്തിൽ ശുദ്ധീകരിച്ച് എടുക്കാൻ പോകുന്ന ഒരു ദൈവത്തെ, അല്ലെങ്കിൽ ആ ഒരു കാല് തീത്തൂണു പോലെയും വരുന്നത് നമ്മൾ കാണുന്നു. ദൈവത്തിന്റെ ന്യായവിധി ഉറച്ചതും മാറ്റാനാവാത്തതുമാണ് എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കി എടുക്കേണ്ടുന്നത്. ഈ ഒരു ദൂതൻ പ്രഖ്യാപിക്കുകയാണ് ദൈവത്തിന്റെ അധികാരവും ദൈവത്തിന്റെ സത്യവും ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ കരുണയും ഈ ഒക്കെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ന്യായവിധി വരുന്നു, പക്ഷെ കരുണ ഇപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവത്തിന്റെ ന്യായവിധിയിലേക്ക് പെട്ടുപോകാതെ, മനുഷ്യനെ നിങ്ങൾ പട്ടുപോകാതെ, പുല്ലുണങ്ങുന്നു പൂവാടുന്നു, ഇതുപോലെ മനുഷ്യൻ നശിച്ചു പോകുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് നശിച്ചു പോകാതെ ദൈവത്തിലേക്ക് മടങ്ങി വരൂ, കർത്താവിനെ സ്വീകരിക്കൂ, ദൈവത്തിലേക്ക് മടങ്ങി വരൂ. ഇത് ഇങ്ങനെ ദൈവത്തിന്റെ ആ ഒരു നീതി, ആ ഒരു കരുണ മനുഷ്യനെ വിളിക്കുകയാണ്. ഇന്ന് എന്നിലൂടെ അനേകം ദേവദാസന്മാരിലൂടെ, ദേവദാസിമാരിലൂടെ, ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ടവരിലൂടെ നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടാകാം. എന്നാലും നിങ്ങളുടെ മനസ്സിനൊരു മാറ്റമില്ലാതെ, ഇതൊക്കെ ഈ ലോകത്തിൽ നടക്കുന്നതാ, ഇത് അവർക്കൊന്നും വേറെ പണിയില്ലാത്തത് കൊണ്ട് അവർ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നതാണ് എന്ന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ആണ് എന്നൊന്നും വിചാരിക്കരുത്. എന്റെ ഈ ചാനലിനൊന്നും വലിയ റീച്ച് ഒന്നുമില്ല. കാണുന്നത് 5-10 പേരോ ആയിക്കോട്ടെ, പക്ഷെ ആ 10 പേരിലേക്ക് വചനം എത്തുന്നുണ്ട്. എനിക്കത് മതി. മൊത്തത്തിലല്ല നമ്മൾ നോക്കുന്നത്. എത്തിക്കൊണ്ടിരിക്കുന്ന കുറേശ്ശെ മനുഷ്യർ അത് അറിയട്ടെ, സത്യങ്ങൾ അറിയട്ടെ. റീച്ച് കൂട്ടി എടുക്കുക എന്നുള്ളതല്ല, മനുഷ്യരിലേക്ക് ഈ സന്ദേശം എത്തുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യമായിട്ട് നിൽക്കുന്നത്. അത് എത്തേണ്ടുന്ന സമയത്തേണ്ടുന്നവരുടെ കൈകളിലേക്ക് ഇത് എത്തുന്നുണ്ടാകും. 2-3 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ദൂതന്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദവും മുഴക്കി. ആ ദൂതന്റെ കയ്യില് തുറന്നൊരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു, ചെറിയൊരു പുസ്തകം. അത് ആ ഒരു പുസ്തകം രഹസ്യമായിട്ടല്ല, അടച്ചു മൂടി മുദ്രയിട്ട് വെച്ചേക്കല്ല, അതിപ്പോൾ തുറന്നിരിക്കുകയാണ്. ദൈവം ഇപ്പോൾ വെളിപ്പെടുത്താൻ തീരുമാനിച്ച സത്യമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ തുറന്നൊരു പുസ്തകം അവിടെ കാണുന്നു. ഇത് വലിയ പുസ്തകമല്ല, ഒരു ചെറു പുസ്തകം. സകല മാനവരാശിയും അറിയുവാൻ, ക്രിസ്തുവിനോട് ചേരുവാൻ ദൈവം മുന്നമേ കൂട്ടി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ ന്യായവിധികളിലേക്ക് പെട്ടുപോകും. ദൈവം നേരിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ചെറു പുസ്തകം. അത് അവന്റെ തുറന്നൊരു പുസ്തകം. അവന്റെ കയ്യിൽ ആ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അവന്റെ കാല് സമുദ്രത്തിന്മേലും വലങ്കാല് സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സമുദ്രം എന്ന് പറഞ്ഞാൽ ജാതികൾ, അശാന്തമായ ഒരു ലോകത്തെയാണ് സമുദ്രം കാണിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പ്രക്ഷുബ്ധമാകാം, എപ്പോൾ വേണമെങ്കിലും കടലാക്രമണം ഉണ്ടാകാം, എപ്പോൾ വേണമെങ്കിലും അതിനകത്തുള്ള ജലസമ്പത്തുകൾ തമ്മിൽ പോരാട്ടങ്ങൾ ഉണ്ടാവാം. അങ്ങനെ അത്രത്തോളം അശാന്തമായിട്ടുള്ള ഒരു ലോകമാണ് സമുദ്രം എന്നുള്ളത്. നമ്മൾ കരയിൽ നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, സമുദ്ര ശാന്തമായി അങ്ങ് ദൂരെ കിടക്കുന്നു. പക്ഷേ അതിനുള്ളിൽ ഒരു ഭീകരതയുണ്ട്. ഭൂമി എന്ന് പറഞ്ഞാൽ സ്ഥിരതയും മനുഷ്യവാസവും ഉള്ളതാണ്. ഇത് രണ്ടിന്റെ മേലും, ഒരു കാല് സമുദ്രത്തിന്മേലും ഒരു കാല് ഇടങ്കാല് ഭൂമിയിന്മേലും വെക്കുകയാണ് ഈ ദൂതൻ. 2 കാലം വെച്ചത് സർവഭൗമ അധികാരമാണ് അവിടെ കാണിക്കുന്നത്. കടലിലും കരയിലും ദൈവത്തിന്റെ അവകാശം, ആ അധികാരത്തെ അവിടെ എടുത്തു കാണിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതൊരു ദേശത്തേക്കോ ഒരു കൂട്ടരിലേക്കോ ഒരു വ്യക്തിയിലേക്കോ ഒരു പ്രത്യേക പ്രദേശത്തിലേക്കോ മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു കാര്യമല്ല. ലോകമൊട്ടാകെ, ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈ ദൂതൻ ഈ സമുദ്രത്തിന്മേൽ കാല് വെക്കുമ്പോഴും ഭൂമിയിൽ മേല് കാല് വെക്കുമ്പോഴും സർവവും മനുഷ്യൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവത്തിന്റെയും അധികാരം അവിടെ ദൈവത്തിന്റെ കൈകളിലേക്കായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ കരങ്ങളിലല്ല സർവ അധികാരവും. ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ് സാത്താന് അത്യാവശ്യം മനുഷ്യരെ പീഡിപ്പിക്കാനും അവരെ പരീക്ഷിക്കുവാനും ഒക്കെ ദൈവം അയച്ചു കൊടുക്കുകയാണ്. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പല മരണങ്ങളും നമ്മളെ ദൈവത്തെ ചോദ്യം ചെയ്യാണ്. ദൈവം എന്തിന്? ദൈവത്തിന് കണ്ണില്ലേ, മൂക്കില്ലേ, ദൈവം ഇത് അറിയുന്നില്ലേ എന്ന്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, അതൊക്കെ ദൈവത്തിന്റെ പദ്ധതികളാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ടതിനെ നമ്മൾ ചോദ്യം ചെയ്യുകയല്ല, അവിടെ നമ്മൾ വിജയിച്ചു വരിക
ചെയ്യാനാണ്, ആ പരീക്ഷയിൽ നമ്മൾ ജയിക്കാനാണ് നോക്കേണ്ടുന്നത്. അവിടെ ലോകമൊട്ടാകെ ദൈവത്തിന്റെ ആധിപത്യം, അവകാശം, അധികാരമായി കഴിഞ്ഞു എന്ന് കാണിക്കുകയാണ്. അവന്റെ ശബ്ദം സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്താണ് ശബ്ദം വരുന്നത്. സിംഹം എന്ന് പറയുന്നത് രാജാവാണ്, അധികാരമുണ്ട്. ഭയം വിതയ്ക്കുന്ന, മറ്റുള്ളവർ കേൾക്കുന്ന ഭയം വിതയ്ക്കുന്ന ഒരു ശബ്ദമാണ് സിംഹത്തിൻ്റെത്. കാരണം അത്രത്തോളം പ്രൗഢിയും അധികാരവും നിറഞ്ഞൊരു ശബ്ദം വരികയാണ്. ദൈവത്തിന്റെ ശബ്ദം നിസാരമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും നേരം ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ, മനുഷ്യർ നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെയും അപേക്ഷയായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കൃപയിലേക്ക് വരൂ, നിങ്ങൾ കൃപയിലേക്ക് വരൂ, നിങ്ങൾ രക്ഷിക്കപ്പെടൂ എന്ന അപേക്ഷയായിട്ടും കൂടി ചെയ്യുമ്പോൾ ദൈവം അവിടെ പ്രഖ്യാപനം നടത്തുകയാണ്. ദൈവത്തിന് അവിടെ അപേക്ഷയില്ല. അപേക്ഷിപ്പിക്കുന്നത് മൊത്തം ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ ദൈവം നേരിട്ട് ഇറങ്ങുന്ന സമയമാകുമ്പോൾ ദൈവത്തിന് അവിടെ അപേക്ഷയില്ല. ദൈവം അവിടെ അധികാരമെടുക്കുവാണ്. രാജാവിന്റെ പ്രഖ്യാപനം അവിടെ വരാൻ പോവുകയാണ്. അവിടെ ആ ഒരു ദൂതൻ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. ആ 7 ഇടിയും നാദം മുഴക്കാണ്. 7 എന്ന് പറയുന്നത് സമ്പൂർണതയാണ്, ദൈവ സമ്പൂർണതയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇടിമുഴക്കം ദൈവത്തിന്റെ നേരിട്ടുള്ള ശബ്ദമാണ്. ദൈവത്തിന്റെ ആഴമുള്ള രഹസ്യ ശബ്ദങ്ങളുണ്ട്. ദൈവത്തിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ വരുന്നു. ഇതിനൊരു ആത്മീയ സന്ദേശമുള്ളത്. ദൈവത്തിന്റെ വചനം തുറന്നതാണ്, വെളിപ്പെട്ടതാണ്, ലോകമെമ്പാടെ അത് ബാധിക്കുന്നതാണ്, രാജകീയ അധികാരത്തോടെ പ്രഖ്യാപിക്കുന്നതാണ്. പക്ഷെ എല്ലാ രഹസ്യങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. വെളിപ്പെടുത്താതെ അവിടെ സംസാരിക്കുന്ന ദൈവം കുറേയേറെ വെളിപ്പെടുത്തിയതാണ് ഇന്ന് പുസ്തകങ്ങളിലൂടെ, വേദ പുസ്തകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അവിടെ വെളിപ്പെടുത്താത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വെളിപ്പെടുത്തിയത് മനുഷ്യന് മനസ്സിലാകേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ദൈവം തന്നിട്ടില്ല. വല്ല ചാതിയും നിനക്കൊരു മനസ്സിനൊരു മാറ്റം വന്ന് നീ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാതയിൽ നിന്നൊന്നും മാറി ദൈവത്തെ, സത്യദൈവത്തെ, ഏകസത്യ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിലേക്ക് വരിക. ദൈവത്തിലേക്ക് വരാനുള്ള ഒറ്റ മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ആ വിശ്വസിച്ചുകൊണ്ട് യേശു പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നാം സഞ്ചരിക്കുമ്പോൾ നമ്മൾ സഞ്ചരിച്ച് പിതാവിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തുന്നുണ്ടാകും. ഇന്ന് മനുഷ്യരിലൂടെ ഇത് പറയുകയാണ്. എന്നാൽ അവിടെ ന്യായവിധി വരുന്ന, ഭൂലോകത്തിൽ ന്യായവിധിക്ക് വേണ്ടിയിട്ട് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വലിയ ശബ്ദം, സിംഹത്തിന്റെ ശബ്ദം പോലെ, ഇടിമുഴക്കം പോലെ, അത് 7 ഇടി ഒരുമിച്ച് മുഴങ്ങുന്ന മുഴക്കം പോലെ അവിടെ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കും. വെളിപ്പാട് 10:4. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ടപ്പോൾ യോഹന്നാൻ എന്താ ചെയ്തത്? അത് എഴുതാൻ ഭാവിച്ചപ്പോൾ ദൈവം അവിടെ പറയുകയാണ്, നീ അത് എഴുതണ്ട, നീ അത് മുദ്രയിട്ടേക്ക, ഇത് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണത്. അത് മുദ്രയിട്ടേക്ക എന്ന് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ദൈവത്തിന്റെ രഹസ്യങ്ങളും മനുഷ്യന്റെ പരിധി ഒരുമിച്ച് കാണിക്കുന്ന അത്യന്തം ഗൗരവമുള്ളൊരു വചനമാണിത്. കാരണം ദൈവത്തിന്റെ രഹസ്യങ്ങളായിക്കോട്ടെ, ദൈവത്തിന്റെ മനസ്സായിക്കോട്ടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല മനുഷ്യന്. ദൈവത്തിന്റെ മനസ്സ് മനസ്സിലായെങ്കിൽ നമ്മളൊന്നും ഇന്ന് ഇങ്ങനെ സഞ്ചരിച്ചു പോകില്ല. ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറണം. ദൈവത്തിന്റെ ആ ഒരു ശബ്ദം കേട്ടപ്പോ, ദൈവം സംസാരിക്കുമ്പോൾ സൃഷ്ടി തന്നെ വിറച്ചു പോകുന്ന ആ ഒരു അനുഭവമാണ് ഉണ്ടായത്. അവിടെ ഇത് എഴുതാൻ വേണ്ടിയിട്ട് യോഹന്നാൻ ഭാവിച്ചു. ഞാൻ എഴുതാൻ ഭാവിച്ചപ്പോൾ, യോഹന്നാൻ പ്രവാചകനാണ്, അപ്പോസ്തലനാണ്. ദൈവം കാണിച്ചതെല്ലാം രേഖപ്പെടുത്താൻ തയ്യാറായിട്ടുള്ള ഒരു ദാസനാണ് യോഹന്നാൻ. നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം പത്മോസ് ദ്വീപിൽ തടവിലായിരിക്കുന്ന സമയത്താണ് ആ ഒരു ദർശനത്തിലേക്കാകുന്നത്. അങ്ങനെ ദർശനത്തിലായ യോഹന്നാനോട് ദൈവം പറയുകയാണ്, ആദ്യം പറഞ്ഞു നീ എഴുതാൻ പറഞ്ഞു, ഇപ്പോ പറയുന്നു നീ അത് എഴുതണ്ട, എഴുതാതെ അത് മുദ്രയിട്ടേക്കുക, ഇപ്പോൾ വെളിപ്പെടുത്തരുത്, സമയം എത്തുമ്പോൾ മാത്രം തുറക്കപ്പെടുന്ന രഹസ്യമായിട്ട് അവിടെ ദൈവം മാറ്റിവെക്കാണ്. ഇതിപ്പോൾ വേണ്ട എന്നുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് അവിടെ കാണുന്നത്. എല്ലാ ദൈവരഹസ്യങ്ങളും മനുഷ്യൻ അറിയാൻ വേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളും, ധാരാളം രഹസ്യങ്ങളുണ്ട്, അവിടെ കുറച്ചു മാത്രമേ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്.
ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് രഹസ്യങ്ങളുണ്ട്, ദൈവത്തിന് സമയമുണ്ട്, ദൈവത്തിനൊരു പരിധിയുണ്ട്. വിശ്വാസിക്ക് വേണ്ടത് വിശ്വാസവും കീഴടങ്ങലുമാണ്. എല്ലാം അറിയണമെന്ന ആഗ്രഹം ചിലപ്പോൾ അഹങ്കാരമായി മാറാം. അപ്പൊ ചില കാര്യങ്ങൾ ദൈവം തടസ്സപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി തരത്തില്ല. ചില കാര്യങ്ങൾ ദൈവം മറച്ചു വെക്കുന്നുണ്ടാകും. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ദൈവം പറയുന്നുണ്ടാവും. എല്ലാം എപ്പോഴും വെളിപ്പെടുത്തി തരണമെന്നില്ല. ദൈവം വെളിപ്പെടുത്തി തരാതെ മനുഷ്യരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടങ്ങൾക്കനുസരിച്ച് അതിന് ദൂതുകൾ പറയാനും പാടില്ല. ഓക്കെ, ഇവിടെ ദൈവം പറയുന്നത് മാത്രം അറിയാൻ തയ്യാറാകുന്നവനാണ് സത്യമായിട്ടുള്ള വിശ്വാസി. ദൈവത്തിന് കീഴടങ്ങുന്ന ദാസൻ എന്ന് പറയുന്നത് ദൈവം പറയുന്നത് മാത്രം, ദൈവം ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണ്ട, വെളിപ്പെടുത്തണ്ട എന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താതെയും ഇരിക്കുന്ന ആ ഒരവസ്ഥയാണ് നമ്മൾ ഈ ഒരു വചനത്തിൽ കാണുന്നത്. വെളിപ്പാട് 10:5 പറയുന്നു, സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലം കൈ ആകാശത്തേക്ക് ഉയർത്തി. തന്റെ വലം കൈ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. ആകാശം എന്നുള്ളത് ദൈവസന്നിധിയും വലം കൈ അധികാരവും ശക്തിയും സത്യവാങ്ങും ചെയ്യുന്ന രീതിയിലേക്ക് ആകാശത്തേക്ക് ഉയർത്തുകയാണ്. ബൈബിള് കൈ ഉയർത്തൽ എന്ന് പറഞ്ഞ ശബ്ദം ചെയ്യലാണ്. നമ്മൾ ദൈവത്തിലേക്ക് സറണ്ടർ ആകുന്ന കാര്യമാണ്. ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കൈകൾ ഉയർത്തുന്ന സമയത്ത് ഇവിടെ പറയുന്നത് മാറ്റാനാകാത്തൊരു പ്രഖ്യാപനം അവിടെ ദൂതൻ ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഒരു അന്തിമ ശപഥം അവിടെ ഈ ഒരു ദൂതൻ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയക്രമമുണ്ട്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ മാറില്ല. ഈ ഒരു കാത്തിരിപ്പിന്റെയൊക്കെ എന്ത് സംഭവിക്കും? മനുഷ്യരൊക്കെ ധാരാളമായിട്ട് സത്യസുവിശേഷത്തെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ഇത്രത്തോളം ഒക്കെ അതിനുശേഷം നടക്കുന്ന ഓരോ വ്യാധികളും ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോഴും എല്ലാവർക്കും എന്തോ പോലെ എന്താണ് ഒരു എന്തൊക്കെയോ കാണുന്ന ഒരു ലാഘവത്തോടെ ഇരിക്കുന്ന മനുഷ്യർ വളരെ നടുങ്ങുന്ന ഒരു സമയം വരാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കും, ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ എനിക്കെന്താ കാര്യം, കാരണം അത് അവിടല്ലേ നടക്കുന്നത്, ഇതിവിടല്ലേ നടക്കുന്നത്, എനിക്കെന്താ കുഴപ്പമെന്ന്. പക്ഷെ നമ്മൾ ഓരോ വ്യക്തികളെയും ഓരോ മനുഷ്യ ജീവനെയും പിടിക്കാൻ പോകുന്ന നാളുകൾ വരികയാണ്. വെളിപ്പാട് പുസ്തകം 10:6 ഇനി കാലം ഉണ്ടാകയില്ല. 7ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസനായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും. ബാക്കി വചനം വരുന്നുണ്ട്. അപ്പൊ അവിടെ ദൈവത്തിന്റെ സമയക്രമം പൂർത്തിയാകുന്ന ഒരു നിമിഷമാണത്. ഈ മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്താണ് ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ദൈവത്തിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുന്ന ഒരു നിമിഷം വരും. ഇനി കാലം ഉണ്ടാകയില്ല. സമയം തീർന്നു എന്നല്ല അതിനർത്ഥം വരുന്നത്. ഇനി ഒട്ടും വൈകിപ്പില്ല, ഇനി ഒരു സമയമില്ല. കാരണം മാനസാന്തരപ്പെടാനുള്ള സമയം ഇപ്പോഴാണ്. ആ അവസാന ദൈവത്തിന്റെ സമയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിനും നേരമില്ല. ഇനി ഒരു വൈകിപ്പില്ല. ദൈവ ദീർഘക്ഷമയായി കാത്തിരുന്ന കാലമുണ്ട്. മാനസാന്തരത്തിനായിട്ട് അവസരങ്ങൾ തന്ന കാലമുണ്ട്. ഇനി അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ദൈവം നിശ്ചയിച്ച സമയരേഖ ഇനി മുന്നോട്ട് മാത്രമാണ്, ഇനി ഒട്ടും പിന്നോട്ടില്ല, ഒട്ടും താമസിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. 7ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് 7ാമത്തെ കാഹളമാണ് അവിടെ കേൾക്കുന്നത്. അതായത് സമാപന ഘട്ടമാണ് വന്നിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ പരസ്യ പ്രഖ്യാപനം നടക്കാൻ തുടങ്ങാൻ പോവുകയാണ്. മനുഷ്യഭരണം അവസാനിക്കാൻ പോകുന്നു. ദൈവരാജ്യം പൂർണ്ണമായി പ്രകടമാകാൻ പോകുന്ന ഒരു സമയത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാം ഇതൊരു തുടക്കമല്ല, എല്ലാം പൂർത്തിയാകുന്ന ഘട്ടമാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ മർമ്മം നിവർത്തിയാകുമെന്ന്. എന്താണ് ആ മർമ്മം എന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തുവിൽ എല്ലാം ഒന്നാക്കപ്പെടുക, ദൈവരാജ്യം പൂർണ്ണമായി സ്ഥാപിക്കപ്പെടുക, ദുഷ്ടതയുടെ അന്തിമ നാശം, വിശുദ്ധന്മാരുടെ ന്യായീകരണവും പ്രതിഫലവും. കാരണം അവർ ഈ ലോകത്തിൽ അനുഭവിച്ചിട്ടുള്ള, ഇന്ന് സഭയിൽ നിൽക്കുന്ന വ്യക്തികൾ അനുഭവിച്ചിട്ടുള്ള, അവർ ചെയ്ത നന്മ ചെയ്ത കാര്യങ്ങൾക്ക്, സുവിശേഷം അറിയിച്ചതിന്, ജനങ്ങളുടെ ദ്രോഹം സഹിച്ചതിന്, രക്തസാക്ഷികളാക്കപ്പെട്ടതിന്, ഇതിനൊക്കെയും പ്രതിഫലം. എല്ലാത്തിനും ഒരു മർമ്മം അവിടെ ഉണ്ട്. ദൈവത്തിന്റെ മർമ്മമുണ്ട്.
ദൈവം വാഗ്ദാനം ചെയ്ത ഒന്നും അപൂർണമായി നിലനിൽക്കുന്നില്ല. തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ ദൈവം അപ്രതീക്ഷിതമായിട്ട് വരുന്നൊരു ദൈവമല്ല. അവൻ മുമ്പേ പറഞ്ഞതല്ല ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. അതായത് യെശയ്യാ പ്രവാചകനും ദാനിയേലിന്റെ പുസ്തകത്തിൽ ആമോസ്, സെക്കരിയ തുടങ്ങിയവരിലൂടെ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിവർത്തിച്ച് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരുടെയും പ്രവചനങ്ങളെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ വചനം വിശ്വസനീയമാണെന്ന് ഇനിയെങ്കിലും മനുഷ്യർ ഒന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. കാരണം ഈ എഴുതിയേക്കുന്ന പുസ്തകങ്ങൾ, ഇത് ഒരുപാട് പുസ്തകങ്ങൾ ലോകത്തിലുണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ, ഇത് എഴുതിയേക്കുന്നത് ഇതെല്ലാം മനുഷ്യരെഴുതിയതല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാനല്ല. നല്ല കളയും ചീത്തക്കളകളും, നല്ല വിത്തും ചീത്ത വിത്തും ഇതെല്ലാം ഇന്ന് ഇടകലർന്നിരിക്കുകയാണ്. ഇതിനെ വേർതിരിക്കുന്ന ഒരു സമയം വരാൻ പോകുന്നു. ആ സമയത്ത് കൃത്യമായിട്ട് മർമ്മം വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ ഇന്ന് മനുഷ്യരിലൂടെ വിളിച്ചു പറയുന്നുണ്ട്, ഇതാണ് സത്യം, ഇതാണ് സത്യം, ഇതാണ് സത്യം, നിങ്ങൾ തിരിച്ചറിയൂ, ക്രിസ്തുവിലേക്ക് വാ എന്ന്. ഇവിടെ ദൈവത്തിന്റെ ക്ഷമയ്ക്കൊരു അവസാനമുണ്ട്. ദൈവം ഇന്നും നമ്മളെ ദീർഘക്ഷമയോടുകൂടി യേശുക്രിസ്തുവിന്റെ വരവ് താമസിച്ചുകൊണ്ട് ദീർഘക്ഷമയോടുകൂടി ദൈവം ഇരിക്കുകയാണ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് താമസം മാത്രം, പക്ഷെ അതൊരു പരാജയമല്ല. എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ, നമുക്ക് ദൈവം തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെയും വാഗ്ദാനം നിറവേറ്റപ്പെടും. ഈ ഭൂമിയിൽ ഇനിയും ഞാൻ വസിക്കും. ഇപ്പോൾ ഈ നിമിഷം ഞാൻ മരിച്ചു പോയാലും കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിൽ ഞാൻ വാഴുമെന്നുള്ള എന്റെ പ്രത്യാശയും എന്റെ വിശ്വാസവും യേശുവിൽ പൂർത്തീകരണത്തിൽ വരുമെന്നുള്ളതിൽ 100% യാതൊരുവിധ സംശയവുമില്ലാത്ത കാര്യമാണ്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തികളെയാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കർത്താവിലേക്ക് തിരിഞ്ഞു വരാൻ, ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപപ്രവൃത്തികളെ വിട്ടുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരാനാണ് ദൈവം അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് കൃപയുടെ സമയമാണ്, നാളെ ന്യായവിധിയുടെ ദിവസമാകാൻ പോകുന്നു. ഇപ്പോൾ കൃപയുടെ സമയമാണ്. നിങ്ങൾ തിരിച്ചു വരൂ, ദൈവത്തിലേക്ക് വരൂ, യേശുവിലേക്ക് വരൂ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കൂ. വെളിപ്പാട് 10:6 വാക്യം, ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി. ഇത് സൃഷ്ടിച്ചതാരാണ്? സർവശക്തനായിട്ടുള്ള ഏക സത്യ ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഭൂമിയും അതിലുള്ളതെല്ലാം, മനുഷ്യജീവിതവും രാജ്യങ്ങളും സമ്പത്തും സകല മനുഷ്യരും ദൈവം ആരാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത്, സമുദ്രം എന്ന് പറഞ്ഞാൽ അതിലുള്ളത് ജാതികളും അശാന്തമായ ലോകവും ശക്തികളും മൊത്തവും സകലതും ഈ ഭൂമിയിലും നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും അറിയപ്പെടാത്തതുമായിട്ടുള്ള സകലതും ദൈവത്തിനെ സത്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മനുഷ്യൻ സമയമുണ്ട്. ഒരു മനുഷ്യൻ ഇത്ര സമയമുണ്ട്. രാജാക്കന്മാർ മാറി വരും. ദൈവം കാലാതീതനാണ്, എന്നേക്കും ജീവിക്കുന്നവനാണ്. രാജാക്കന്മാർ മാറി വരും, സാമ്രാജ്യങ്ങൾ മാറി വരും, തകരും, വീണ്ടും പുതിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ദൈവം ഒരിക്കലും മാറില്ല. ദൈവത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും കാലം കഴുകി മാറ്റുന്നില്ല. വാഗ്ദത്തങ്ങളെല്ലാം തന്നെ നിറവേറുകയും ചെയ്യും. അവിടെ ഈ സമുദ്രത്തിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം എന്ത് ചെയ്തു? സത്യം ചെയ്തു. അപ്പൊ എല്ലാറ്റിന്റെ മേലും അധികാരമുള്ളവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി, മനുഷ്യൻ സമയത്തിനുള്ളിലാണ് നമ്മളത് കണ്ടു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ജീവിച്ചിരിക്കുന്നവരെ ചൊല്ലി സത്യം ചെയ്തു. ഇതൊരു സാധാരണ പ്രഖ്യാപനമല്ല, ശപഥത്തോടുള്ള അന്തിമ പ്രഖ്യാപനമാണിത്. ദൈവം സത്യം ചെയ്യുന്നത്, മാറ്റമില്ലാത്ത തീരുമാനത്തിന്, പിൻവലിക്കപ്പെടാത്ത വാക്കിന്, നിശ്ചിതമായിട്ടുള്ള സമാപനത്തിനായി ഇനിയൊരു പിന്നോട്ട് പോകലില്ല, ഒരു ബാക്കിലോട്ടുള്ള ഒരു കാര്യമല്ല, ഇനിയൊരു കാത്തിരിപ്പില്ല എന്നുള്ളത് ദൈവം അവിടെ സത്യം ചെയ്യുകയാണ്. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്യുകയാണ്. ഉറപ്പായിട്ടാണ് വരുന്നത്. ദുഷ്ടത അവസാനിക്കുന്നു, നീതി ജയിക്കുന്നു, ദൈവരാജ്യം നിലനിൽക്കും എന്നുള്ളതിന്റെ ഒരു പൂർണ്ണത അവിടെ വരികയാണ്. വെളിപ്പാട് പുസ്തകം 10:7, ഞാൻ സ്വർഗത്തിൽ നിന്നു കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്നു സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. വീണ്ടും സ്വർഗത്തിൽ നിന്ന് ആ ശബ്ദം കേൾക്കുകയാണ്. ആരാണ് കേൾക്കുന്നത്?
ദൈവത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. നേരിട്ടുള്ള സ്വർഗത്തിൽ നിന്നുള്ള ഒരു കൽപ്പന. ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട ശബ്ദം, ആ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് കേൾക്കുന്ന ശബ്ദമാണ്. എഴുതരുത് എന്ന് പറഞ്ഞ അതേ ശബ്ദം തന്നെ വീണ്ടും കേൾക്കുകയാണ്, സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയാണ്. ഇപ്പോൾ നീ പ്രവർത്തിക്ക് എന്ന് പറയുന്നു. ആ ഒരു ദൈവം സംസാരിക്കുന്ന ശബ്ദം ചിലപ്പോൾ നിശബ്ദമാക്കാനും ചിലപ്പോൾ പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ യോഹന്നാനോട് പറയുകയാണ്, നീ പ്രവർത്തിക്ക, ഇപ്പോൾ പ്രവർത്തിക്ക. പിന്നോട് സംസാരിക്കുകയാണ്. ദൈവം പറഞ്ഞത് വിട്ടുകളയുവാനല്ല, ദൈവത്തിന്റെ പദ്ധതി പടിപടിയായി വെളിപ്പെടുന്നതാണ് അവിടെ കാണുന്നത്. തുടർച്ചയായിട്ട് കേൾവി. അതായത് ദൈവം ചിലപ്പോൾ മിണ്ടാതിരിക്കും, ചിലപ്പോൾ അവിടെ അനങ്ങാതിരിക്കാൻ പറയും. ദൈവം ചിലപ്പോൾ പറയും നീ ചെയ്യൂ, ചിലപ്പോൾ പറയും പോകൂ, ചിലപ്പോൾ പറയും നീ ഒന്നും മിണ്ടണ്ട, നീ അനങ്ങാതിരിക്കൂ. ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്കത് തിരിച്ചറിയണം. തുടർച്ചയായിട്ടുള്ള കേൾവി നമുക്കുണ്ടായിരിക്കണം. ഇവിടെ യോഹന്നാനോട് ആദ്യം പറഞ്ഞു നീ അത് എഴുതണ്ട, ഇപ്പോൾ പറയുന്നു നീ അത് ദൂതന്റെ അടുക്കലേക്ക് ചെല്ലുക. നീ ചെന്നു. അതൊരു വ്യക്തിഗത വിളിയാണ്. അന്ന് യോഹന്നാന് നീ എന്ന് പറഞ്ഞ് ദൈവം വിളിച്ചെങ്കിൽ ഇന്ന് എന്നെയും നിങ്ങളെയും വിളിക്കുന്നു, വ്യക്തിഗതമായിട്ട് വിളിക്കുന്നു. പൊതുവായിട്ടൊരു സന്ദേശമായിട്ടല്ല, വ്യക്തിഗതമായിട്ട് ദൈവം വിളിക്കുകയാണ്. നീ ചെല്ലുക, നീ ചെല്ലുക, നീ സുവിശേഷത്തിന്റെ അരികിലേക്ക് ചെല്ലുക. സുവിശേഷം നീ ചോദിച്ചു വാങ്ങിക്കൊള്ളുക, നീ ചോദിച്ചു വാങ്ങുക. ഒരാൾ കൊണ്ട് തരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും നമ്മൾ അന്വേഷിച്ചു പോകാറുണ്ട്, അല്ലെ? ഏറ്റവും നല്ല കാര്യങ്ങൾ ഇവിടെ സുവിശേഷം ഏറ്റവും നല്ല കാര്യമാണ്, സത്വർത്തമാനമാണ്. അന്വേഷിച്ചു പോയി അറിഞ്ഞുകൊള്ളുക, അന്വേഷിച്ചു പോയി നിന്റെ സംശയങ്ങൾ തീർത്തുകൊള്ളുക. അപ്പൊ നീ വരിക. യോഹന്നാനോട് നേരിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കൊടുക്കാൻ പോവുകയാണ്. ദൈവം വിളിക്കുമ്പോൾ, ദൈവം നമ്മളെ വിളിക്കുമ്പോൾ മറുപടി കൊടുക്കേണ്ടത് നമ്മളാണ്. ഇന്ന് നമ്മൾ മറുപടി കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ മറുപടി കൊടുക്കേണ്ടുന്ന ഒരു സമയം വരും. ആ സമയത്ത് മിണ്ടാൻ പോലും പറ്റാത്ത കണക്ക് നമുക്ക് നിൽക്കുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. പ്രവചനം അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോ നമ്മള് ഇപ്പോൾ ദൈവം വിളിക്കുകയാണ്, നീ വാ, നീ ചെല്ല്, നീ പ്രവർത്തിക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രവർത്തിക്കുക. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ. അപ്പൊ ആ ലോകമെമ്പാടും ബാധിക്കുന്ന ആ സന്ദേശവും കൊണ്ടാണല്ലോ ആ ദൂതൻ അവിടെ നിൽക്കുന്നത്. ആ ലോകത്തിന് നമുക്ക് വേണ്ടിയിട്ട്, ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, സകല ലോകത്തിനും വേണ്ടിയിട്ട്, സകല മാനവരാശിക്കും വേണ്ടിയിട്ട്, ഭൂലോകത്തിന് വേണ്ടിയിട്ട്, സമുദ്രത്തിന് വേണ്ടിയിട്ട് എന്ന് തുടങ്ങി സകല സൃഷ്ടികൾക്കും വേണ്ടിയിട്ട് ഉള്ളൊരു ദൂതുമായിട്ടാണ് ദൂതൻ അവിടെ നിൽക്കുന്നത്. ആ ദൂതന്റെ കയ്യിലിരിക്കുന്ന, തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക. അതൊരു മറഞ്ഞ സത്യമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഒരു പുസ്തകത്തെ വാക്കുക, സ്വീകരിക്കുക, ഏറ്റെടുക്കുക, ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, പുസ്തകം വാങ്ങുക. ഇന്ന് ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്തിരിക്കുന്ന പുസ്തകമാണിത്. സത്യവേദ പുസ്തകം, സത്യവേദ പുസ്തകത്തെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പുസ്തകം വാങ്ങി ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറഞ്ഞ സത്യങ്ങളല്ല ഇതിനകത്തുള്ളത്. ഇത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന, ദൈവത്തെ അടുത്തറിയേണ്ടുന്ന, ദൈവത്തിന്റെ മനസ്സറിയുന്ന വാക്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഏതൊക്കെ രീതിയിൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല, എങ്ങനെയൊക്കെ നശിച്ചു പോകാൻ പാടില്ല, എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടുന്നത് എന്നതെല്ലാം ഇവിടെ ഈ ഒരു പുസ്തകത്തിനകത്തുണ്ട്. അപ്പോ അവിടെ ദൂതന്റെ കയ്യിലിരിക്കുന്ന ചെറു പുസ്തകം, ആ പുസ്തകം വാങ്ങുക, സ്വീകരിക്കുക എന്ന് പറഞ്ഞു. ഈ ഒരു വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ശബ്ദം ഇന്നും സംസാരിക്കുന്നു. ദൈവം വിളിക്കുന്ന ദാസൻ പ്രവർത്തിക്കണം. ദൈവം ഓരോ വ്യക്തികളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നും കയറി പെരയ്ക്കകത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇന്നും ഇത് എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവം വിളിച്ചിറക്കിയേക്കുന്ന നീ പ്രവർത്തിക്കാനുള്ള വ്യക്തിയാണ്. പ്രവർത്തിക്കുക. തുറന്ന വചനം നമ്മുടെ കൈകളിലേക്ക് എത്തുകയാണ്. എത്തുന്നു. എന്നാൽ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ഉത്തരവാദിത്വം തുടങ്ങുകയാണ്. സുവിശേഷം സ്വീകരിക്കുക. സുവിശേഷം സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ കുടുംബത്തോടുണ്ട്, ദൈവത്തോടുണ്ട്. നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ വരാൻ പോവുകയാണ്. 10-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്നു ആ ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ യോഹന്നാൻ ദൂതന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്.
ചെല്ലുന്നത് ഒരു അനുസരണമാണ്. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നത് അനുസരണമാണ്. ഇന്ന് സുവിശേഷം അറിഞ്ഞിട്ടും അനുസരണമില്ലാതെ മാറി നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അനുസരിച്ചുകൊള്ളൂ, ദൈവത്തിലേക്ക് വന്നുകൊള്ളൂ. ദൈവം കൽപ്പിച്ചതിനെ യോഹന്നാൻ ഒട്ടും വൈകിക്കുന്നില്ല. ആ സ്പോട്ടിൽ തന്നെ യോഹന്നാൻ ചെല്ലുകയാണ്. ദൈവവിളി കേട്ടാൽ അടുത്ത കാൽവയ്പ് നമ്മുടേതാണ്. നമ്മൾ ഇറങ്ങിത്തിരിക്കുക, നമ്മൾ ദൈവത്തിന്റെ വേല ചെയ്യുക. ഒരുപാട് നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ നിത്യ അന്ധകാരത്തിലേക്ക് പോകാനിരിക്കുന്ന, അന്ധകാരത്തിന്റെ തീപ്പൊയ്കയിലേക്ക് പോകാനിരിക്കുന്ന സഹോദരങ്ങളെ നമുക്ക് വിടുവിച്ചെടുക്കണം. ദൈവത്തിന്റെ രാജ്യം ഇവിടെ വരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വക്താക്കളായിട്ട് നമ്മൾക്ക് മാറണം. അതുകൊണ്ട് തന്നെ ഇന്ന് പുറമോട്ട് മാറിയിരിക്കാൻ പാടില്ല. സുവിശേഷം അറിയുക, സ്വന്തം ആത്മാവിനെ രക്ഷിച്ചു കൊള്ളുക. യോഹന്നാൻ അടുത്ത കാല് വെച്ചു ചെന്നു ആ ചെറുപുസ്തകം തരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. കാണാനല്ല, സ്വീകരിക്കുകയാണ്. ചെറുപുസ്തകം സ്വീകരിക്കുന്നു. ദൂരെ നിന്ന് അതിനെ ആരാധിക്കാനും മറഞ്ഞിരുന്നു കൊണ്ട് ഞാനേ ഇന്നതാണ്, എനിക്ക് രഹസ്യമായിട്ട് എനിക്ക് ഈ രക്ഷയൊക്കെ വേണം, പരസ്യമായിട്ട് ഞാൻ പാരമ്പര്യത്തെ വിട്ടുവരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ പാരമ്പര്യത്തെ വിട്ടുവരാൻ പറ്റാത്ത വ്യക്തികൾ എങ്ങനെയാണ് ദൈവത്തിന് പൂർണ്ണ സമർപ്പണം കൊടുക്കുക? ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത് പരസ്യമായിട്ട് ദൈവത്തെ ഏറ്റുപറയുന്നവനെയാണ് പരസ്യമായി ദൈവത്തിന് വേണ്ടുന്നത്, യേശുവിന് വേണ്ടുന്നത്. അപ്പോ ഇവിടെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ചെറുപുസ്തകം എന്ത് ചെയ്തു? ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് യോഹന്നാൻ ചെന്നത് വാങ്ങിച്ചു. അപ്പൊ ദൂതൻ പറയുകയാണ്, നീ ഇത് വാങ്ങി തിന്നുക, അതായത് ഉള്ളിലേക്ക് കൊണ്ടുപോവുക. ഇതൊരു വായന മാത്രമല്ല, ധ്യാന അനുഭവം, ജീവിതമാക്കലാണ്. ഒരു ആത്മീയ സത്യം ഇതാണ്. ഇതിനെ ദൈവവചനത്തെ രുചിച്ചറിയുക, ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുക. നമ്മളത് ഭക്ഷണമാക്കണം. ദൈവവചനം നമുക്ക് ഭക്ഷണമാക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവവചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ ഭക്ഷണമാണ്, നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ്. നമ്മുടെ വയറിന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നു, എന്നാൽ ആത്മാവിന്റെ ഭക്ഷണമാണ് വചനം. നമുക്ക് എന്നെന്നും നിലനിൽക്കേണ്ടുന്നത് ആത്മാവാണ്. നമ്മുടെ ദേഹത്തെ മാത്രം നമ്മൾ സംരക്ഷിച്ച് നിർത്തിയത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ ആത്മാവിനെ നമ്മൾ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ കഥയുള്ളൂ. അപ്പോൾ ഇവിടെ യോഹന്നാനോട് പറയുകയാണ്, നീ ഇത് വാങ്ങി തിന്നുക, വായിച്ചാൽ അറിവ് വളരുകയും എന്നാൽ ഇത് തിന്നാൽ ജീവിതം വളരുകയും ചെയ്യും. വയറ്റിനെ കയ്പിക്കും. കയ്പെന്ന് പറയുന്നത് ന്യായവിധിയുടെ ഭാരവും മനുഷ്യന്റെ പാപാവസ്ഥ, പ്രസംഗിക്കുന്നവന്റെ വേദന, സത്യം പറയുന്നത്, ഇതൊക്കെ എല്ലായ്പ്പോഴും സുഖകരമായിട്ടുള്ള കാര്യമല്ല. ഇത് വായിച്ച് പഠിച്ചു വരുമ്പോൾ പല വ്യക്തികളെ എനിക്ക് തോന്നുന്നു ഇതൊന്നും വായിക്കുകയും പഠിക്കുകയും ചെയ്യാത്തത് ഈ കയ്പ് അവർക്ക് അങ്ങോട്ട് സഹിക്കാൻ വയ്യ. കാരണം അവർക്ക് ലോകത്തിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ വേണം. അതുകൊണ്ടാണ് ഇതിനെ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാനും ഒക്കെ മടി കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വയറ്റിനെ കയ്പിക്കാന്ന് പറയുമ്പോൾ വചനം പ്രസംഗിക്കുമ്പോൾ ഉള്ളിൽ ഭാരം വരും. ഈ ഒരു ഭാരം എന്ന് പറയുന്നത് ചുമ്മാതെ ഉണ്ടാകുന്നതല്ല. ഓരോ വ്യക്തികളെ ഓർത്തുകൊണ്ടുള്ള ഒരു ഭാരത്താലാണ് ഇന്ന് ഞാനും ഈ വചനം പ്രസംഗിക്കുന്നത്. അപ്പൊ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് ആ പുസ്തകം വാങ്ങി തിന്നുന്ന സമയത്ത് അത് ചുമ്മാ വായിച്ചു പോയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ അത് ഭക്ഷിച്ചാൽ ഉള്ളിലേക്ക് കയ്പ് വരികയാണ്, അതായത് ഒരു വേദന വരികയാണ്, ഒരു സുഖമുള്ള ഒരു അവസ്ഥയല്ല. എന്നാൽ അത് വായിക്കുമ്പോൾ നോർമലി തേൻ പോലെ മധുരിക്കും. കാരണം ദൈവസന്നിധിയുടെ ഒരു ആനന്ദവും വചനത്തിന്റെ സൗന്ദര്യവും ദൈവം സംസാരിച്ചതിന്റെ സന്തോഷവും ഒക്കെ ആയിട്ട് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ആദ്യത്തതിൽ സന്തോഷമാണ്. പക്ഷെ ഇതങ്ങോട്ട് ഭക്ഷിച്ച് നമ്മൾ അതിൻ പ്രകാരം നടക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്കെതിരെ എതിർപ്പുകൾ ഉയർന്നു തുടങ്ങുന്ന സമയം തുടങ്ങും. സത്യത്തിൽ നിൽക്കുന്ന സമയത്ത്, സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത്, ദൈവവചനത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് പലരും നമ്മളെ പീഡിപ്പിക്കാനും നമ്മളെ ദ്രോഹം പറയുവാനും ദോഷം പറയുവാനും ഒക്കെ തുടങ്ങും. കളിയാക്കുവാൻ തുടങ്ങും, നിന്ദിക്കുവാൻ തുടങ്ങും, പരിഹസിക്കാൻ തുടങ്ങും. എനിക്കിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. ചിലരേലും ഒക്കെ ചിന്തിക്കുന്നുണ്ടാകാം, ഒരു 3-4 മാസം മുമ്പ് വരെ ഇവള് കുറെ ബിസിനസ്സും ഒക്കെ പ്രസംഗിച്ച് നടന്നേല്ലയോ, ഇവളാണോ ഇപ്പൊ കയറിയിരുന്ന ദൈവത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആരേലും ഒക്കെ ചിന്തിച്ചാലും, പൊന്നു സഹോദര സഹോദരി, എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഈ സത്യം ഞാൻ നേരത്തെ അറിഞ്ഞതാണ്. പക്ഷെ ദൈവവചനം പ്രസംഗിച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ടത് ഞാൻ ഇപ്പോഴാണ്. ഞാൻ അറിഞ്ഞിരുന്നു, ഞാൻ സ്നാനപ്പെട്ടിരുന്നു, കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ്.
ഒരു കുഷ്ഠരോഗിയെ സൗഖ്യം കൊടുത്തെടുക്കാൻ ദൈവത്തിന് ഒരു സെക്കൻഡും മതി. ഏത് വലിയ പാപത്തിൽ കിടക്കുന്ന വ്യക്തിയെയും പാപമോചനം കൊടുത്തെടുക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. ഞാൻ ആ ദൈവത്തിനെ, സർവശക്തനായിട്ടുള്ള ദൈവത്തിന്റെ കരങ്ങളിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഞാൻ കുറെ മനുഷ്യരുടെ കരങ്ങളിൽ പിടിച്ചോടിയ സമയമുണ്ടായിരുന്നു. പക്ഷെ എങ്ങൊന്നും എനിക്കൊരു നീതി ലഭിച്ചിട്ടില്ല, എങ്ങൊന്നും ഒരു സത്യസന്ധത എനിക്ക് ലഭിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ എല്ലാം എന്നെ ചതിക്കുന്ന, വഞ്ചിക്കുന്ന, ഉപായത്താൽ വഞ്ചിക്കുന്നതാണ് ഞാൻ അനുഭവപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇന്ന് മനുഷ്യരിലുള്ള ആ പിടുത്തം അങ്ങ് വിട്ടിട്ട് ദൈവത്തിലേക്ക് പിടിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം വരാൻ കാരണമായത്. ആമേൻ, സ്തോത്രം. അപ്പൊ ഇവിടെ പറയുന്നു, വായിൽ മധുരവും വയറ്റിൽ കയ്പുമാകും. ദൈവവചനത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ വചനത്തിൽ നമുക്ക് വായിക്ക് മധുരം വരും. കാരണം ഇത് പറയുമ്പോൾ ദൈവം എന്നെ ആശ്വസിപ്പിക്കുന്നു, ദൈവം എന്നെ കല്ലിൽ തട്ടാതെ കൊണ്ട് നടക്കുന്നു, എന്റെ കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്, എന്റെ കൂടാരത്തിൽ ഒരു അനർത്ഥവും വരത്തില്ല. ഇതെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ അത് ഭക്ഷിച്ചു തുടങ്ങുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് അനുഭവിച്ച കഷ്ടത്തിന്റെ കുറെ കഷ്ടങ്ങൾ, അത്രത്തോളം കഷ്ടം സഹിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ അതിന്റെ ഒരു അംശം നമ്മളും അനുഭവിച്ചു തുടങ്ങുന്ന രീതി നമുക്ക് വരും. അപ്പോഴാണ് നമുക്കിത് കഴിക്കുന്നത്. അവിടെ കഴിച്ചു തുടങ്ങുമെന്നാണ് ദൂതൻ പറയുന്നത്. നിന്റെ വായിൽ മധുരവും ഉള്ളില് കയ്പുമായിരിക്കും. ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് മധുരം മാത്രം അന്വേഷിക്കുന്നവനല്ല, ഉള്ളിൽ കയ്പ് വന്നിരുന്നാലും കയ്പ് സഹിക്കേണ്ടുന്നവനാണ്. സഹിച്ചെങ്കിലേ പറ്റൂ. എന്തോരം സഹിച്ചാലാണ് പറ്റുന്നത്? അത് പുറത്തു നിന്നുള്ളതിനേക്കാൾ അകത്തു നിന്നും നമ്മൾ സഹിച്ചേ പറ്റൂ. സഹിക്കണം. വെളിപ്പാട് 10:10. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്നും ചെറുപുസ്തകം വാങ്ങി തിന്നു. അതെന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എന്റെ വയറ് കഴിച്ചുപോയി. അപ്പൊ യോഹന്നാൻ ആ ദൂതന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം വാങ്ങി കഴിക്കുകയാണ്. സ്വമേധയാ സ്വീകരിച്ചു. ഇത് കയ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇന്നും സുവിശേഷം കയ്പാണെന്ന് സുവിശേഷം മധുരമാണ് കേട്ടോ, സുവിശേഷം മധുരമാണ്. പക്ഷേ അത് അനുഭവത്തിലേക്ക് വരുമ്പോൾ, അത് തിന്നു തുടങ്ങുമ്പോൾ, നമ്മൾ ഭക്ഷിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ചില കയ്പുകൾ വരും. പക്ഷെ ആ കയ്പാണെന്ന് അറിഞ്ഞിട്ടും യോഹന്നാന് വലുത് അവിടെ യേശു തന്നെയാണ്. യോഹന്നാൻ അത് സ്വീകരിച്ചു, ഉള്ളിൽ കൊണ്ടുപോയി അത് കരുതി ഭക്ഷിച്ചു, ജീവിതമാക്കി അതിനെ മാറ്റി. അത് സ്വീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഉത്തരവാദിത്തം. ദൈവം വചനം നൽകുന്നു, അതിനെ സ്വീകരിച്ച് അതിൽ നടക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ വചനം കേൾക്കുന്നത് വിശ്വാസവും അത് തിന്നുന്നത് സമർപ്പണവുമാണ്. വചനം കേൾക്കുന്നത് വിശ്വാസവും തിന്നുന്നത്, ഭക്ഷിക്കുന്നത് സമർപ്പണവുമാണ്. യോഹന്നാൻ പറയാണ്, അത് എന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തേൻ, നമ്മൾ ദൈവം സംസാരിച്ചതിന്റെ ആനന്ദവും നമ്മളത് മനസ്സിലാക്കി. തേൻ പോലെ ആനന്ദവും മറ്റു വിളിയുടെ ആവേശവും ഒക്കെ ആയിട്ട് ആത്മാവിന് ആനന്ദം നൽകി നിന്നിരുന്നു. പക്ഷെ തിന്നു കഴിഞ്ഞപ്പോ, സമയങ്ങൾ കടന്നുപോയി കഴിഞ്ഞപ്പോ, അനുഭവങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോ മൊത്തത്തിൽ കഴിച്ച് കുറെ പ്രശ്നങ്ങളുണ്ട്. കേൾക്കുന്ന നിമിഷത്തിൽ മാത്രം നിൽക്കുന്നതല്ല, അത് പിന്നീട് കഴിയണം, പിന്നീട് അങ്ങോട്ട് തുടരുന്നതായിരിക്കണം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജീവിതത്തില് ഉണ്ടാകുന്ന ആ പോരാട്ടങ്ങൾ, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയും ഒരു കയ്പായിട്ട് തോന്നരുത് എന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമുണ്ട്. ഇതൊക്കെ ഉണ്ട്, ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്. പക്ഷെ നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. എന്റെ വയറ് കഴിച്ചുപോയി. എന്തൊക്കെ രൂപത്തിൽ കയ്പുകൾ വരാം. പ്രസംഗത്തിന്റെ ഭാരം, ന്യായവിധിയുടെ ദുഃഖം, മനുഷ്യരുടെ അവസ്ഥ കാണുമ്പോൾ ഉണ്ടാകുന്ന വേദന, സത്യം പറയുമ്പോൾ അനുഭവപ്പെടുന്ന ഒറ്റപ്പെടൽ. സത്യം പറയുന്നത് എല്ലായ്പ്പോഴും കല്യടികളില്ല, എല്ലായ്പ്പോഴും ആൾക്കാർ ഒരുമിച്ച് നിൽക്കണമെന്നില്ല. ഒറ്റപ്പെട്ടവന്റെ ശബ്ദം പോലെ നിൽക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടാകും. ഇതൊക്കെയും നമ്മൾ കയ്പാണ്, നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് വരുന്ന പ്രതികൂലങ്ങളാണ്. അപ്പൊ വചനവും സന്തോഷവും വേദനയും ഒരുമിച്ച് സൃഷ്ടിക്കുമെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. നമ്മൾ ഈ വായിക്കുന്ന, നമ്മൾ ഭക്ഷിക്കുന്ന ഈ വചനം നമുക്ക് വേദനയും തരും, സന്തോഷവും തരും. വേദന തരുന്നത് വചനമല്ല, വേദന തരുന്നത് പുറത്തു നിന്ന് നമുക്ക് വേദനകൾ ഉണ്ടാകും നമ്മൾ ഇതിൽ നിൽക്കുമ്പോൾ, സത്യത്തിൽ നിൽക്കുമ്പോൾ. 10-ാം അധ്യായം 10:11. അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ദൈവവചനം ഇത് കൊടുത്തു, വായിക്ക് മധുരമായിരുന്നു, ഉള്ളിൽ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോ കയ്പായി. വീണ്ടും അവിടെ ദൂതൻ പറയുകയാണ്, ദൈവത്തിന്റെ അന്തിമ കൽപ്പനയായിട്ട് പറയുകയാണ്,
മുമ്പേ നീ വചനമെടുത്ത് കഴിക്ക, വചനം പ്രസംഗിക്ക. ദൈവം വചനം നൽകിക്കുന്നത് പ്രയോഗിക്കാനാണ്, സൂക്ഷിച്ചു വെക്കാനല്ല. ഓരോരുത്തരുണ്ട് വചനം വായിക്കും, മനസ്സിലാക്കും, കഷത്ത് വെക്കും, ആർക്കും കൊടുക്കത്തില്ല, പറഞ്ഞു കൊടുക്കത്തില്ല. അവരുടെ മുഖം എനിക്ക് കാണാൻ വയ്യ, അവരെന്നോട് ചിലപ്പോൾ എതിർപ്പുകൾ പറയും, ആ എതിർപ്പുകൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം പഠിച്ചെടുത്ത് സ്വന്തമായിട്ട് മാറ്റി വെക്കുന്നതാണ്. എന്നാൽ ഇവിടെ ദൈവം പറയുന്നത് പ്രയോഗിക്കുക, അതെടുത്ത് സൂക്ഷിച്ചു വെക്കുക മാത്രമല്ല, അതെടുത്ത് പ്രയോഗിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. വീണ്ടും പറയാണ്, നീ ഇനിയും പ്രവചിക്കേണ്ടി വരും, ഇനിയും ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. ഇന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ശുശ്രൂഷ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർ വിധി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത് ദൈവമാണെന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ നിനക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷകൾ ഇനിയും തീർന്നിട്ടില്ല, നിന്റെ പ്രവചനങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. നീ എഴുന്നേൽക്കണം, നീ എഴുന്നേറ്റ് ഇനിയും പ്രവചിക്കണം. നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. കയ്പനുഭവിച്ചിട്ടും ദൈവം പറയുന്നു മുന്നോട്ട് പോ. ഈ കയ്പുകളൊക്കെ വരുമെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഈ വേദപുസ്തകത്തിൽ അതിനെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതല്ലേ? കയ്പുകൾ ധാരാളം വരും. നീ തന്നെ നിന്നോട് ചോദിച്ചു പോകും, നീ ചെയ്യുന്നത് ശരിയല്ലേ? ഞാൻ തെറ്റാണോ ചെയ്തത്? അല്ലെങ്കിൽ എന്നിലാണോ തെറ്റുകൾ, ഭാരങ്ങളെന്ന് നീ ചിന്തിച്ചു പോകും. എന്നാൽ ദൈവം പറയുന്നു, നീ മുന്നോട്ട് പോ, മുന്നോട്ട് പോ, നീ സഞ്ചരിക്കൂ. നിനക്ക് ഇനിയും പ്രവചിക്കാനുണ്ട്, നിനക്കിനിയും ദൈവത്തിന്റെ ശുശ്രൂഷകൾ ചെയ്തെടുക്കാനുണ്ട്. അവിടെ വചനത്തിന്റെ ആ കയ്പ് വരുന്നത് ശുശ്രൂഷയെ അവസാനിപ്പിക്കാനല്ല, ശക്തിപ്പെടുത്താനാണ്. നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കയ്പും നിന്റെ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ കയ്പുകളൊക്കെയും വരുന്ന കയ്പുകളൊക്കെയും എടുത്ത് വെച്ചോളൂ, എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. വെച്ചിട്ട് ശുശ്രൂഷയെ ശക്തിപ്പെടുത്തി മുന്നേറിക്കോളൂ. സ്തോത്രം. അവിടെ ഇനിയും നീ പ്രവചിക്കേണ്ടി വരും. അനേകം വംശങ്ങളിലേക്കും ജാതികളിലേക്കും ഭാഷകളെയും ആ ഒരു സാർവലൗകിക നിയോഗമാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഒരു ദേശത്തേക്കോ ഒരു സഭയ്ക്കോ വേണ്ടിയിട്ട് മാത്രമല്ല, വംശങ്ങളും ജാതികളും ഭാഷകളും തുടങ്ങി എല്ലായിടത്തേക്കും ദൈവവചനം എല്ലാവർക്കും ഉള്ളതാണ്. സകലർക്കും നീ കൊടുക്കാനുള്ളവനാണ്. നീ വിളിച്ച് ഘോരം പ്രസംഗിക്കാനുള്ളവനാണ്. അതുകൊണ്ട് തന്നെ മകനെ മകളെ, നീ ചാടി എഴുന്നേറ്റുള്ളൂ. ദൈവത്തിന് വേണ്ടിയിട്ട് എവിടേക്ക് നിനക്ക് സംസാരിക്കാൻ ഇടമുണ്ടോ, നീ സംസാരിച്ചു തുടങ്ങിക്കോളൂ. കയ്പ് വന്നോട്ടെ, കയ്പ് നിന്നെ ശക്തീകരിക്കാണ്. നീ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിനെ ഉച്ചത്തിൽ ഘോഷിച്ചോളൂ. അവിടെ രാജാക്കന്മാരെ കുറിച്ച് നീ പറയണം. അതായത് അധികാരികളോടും ഭരണാധികാരികളോടും സത്യം വിളിച്ചു പറയേണ്ടുന്ന സമയമാണ്. നീ പേടിച്ച് മിണ്ടാതിരിക്കുകയല്ല വേണ്ടുന്നത്. രാജാക്കന്മാരോട് നീ സത്യം പറയുക. സത്യം എന്താണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുക. ദൈവവചനം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, ഉന്നതർക്ക് ഒരുപോലെ ഉള്ളതാണെന്ന് ഇവിടെ വചനം പറയുന്നുണ്ട്. അപ്പൊ രാജാക്കന്മാർക്ക് കൊടുക്കണം, സകലർക്കും കൊടുക്കണം. പ്രവചനം ഒരിക്കലും നിർത്തരുത്. ലോകവ്യാപകമാണ് ശുശ്രൂഷ, വലിപ്പ ലോകവ്യാപകമാണ്. അധികാരമുള്ളവരെ പോലെ സ്പർശിക്കുന്ന ഏത് വ്യക്തികളെയും സ്പർശിക്കുന്നതാണ് ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പറയണം, അവരോട് പറയണം. ഞാൻ അറിഞ്ഞിരുന്നില്ല, ആരും എന്നോട് പറഞ്ഞില്ല എന്ന് പറയുവാൻ ആർക്കും പറയുവാൻ ഇടയാകരുത്. എല്ലാവരോടും ആരോടൊക്കെ പറയാൻ പറ്റുമോ നമ്മൾ ഭയന്നിരിക്കാതെ എല്ലാവരോടും നമ്മൾ പറയണം, സുവിശേഷം പറയണം. അപ്പൊ യോഹന്നാൻ ഇവിടെ ഈ ഒരു പുസ്തകത്തിൽ വായിക്കും മധുരമുള്ളതും ഉള്ളിൽ കയ്പാകുന്നതുമായിട്ടുള്ള ആ പുസ്തകം തിന്നു. പുസ്തകം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ തിന്നുന്ന വചനം, ഈ ദൈവവചനം. ഇന്ന് സുവിശേഷകരായിട്ട് നിൽക്കുന്ന, ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികൾ, ഇന്ന് നമുക്ക് കയ്പുകൾ ഉണ്ട്. കാരണം നമ്മൾ ഇത് തിന്നുകൊണ്ട് ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഭക്ഷിക്കുകയും അയവിറക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. നമുക്കിന്ന് കയ്പുകൾ ഉണ്ടെങ്കിൽ ആ കയ്പുകളൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, നമ്മളെ ഉഷാറാക്കിക്കൊണ്ട്, ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട്, കെട്ടുറപ്പിന് വേണ്ടിയിട്ട് നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്ന ഓരോ ഭടന്മാരായിട്ടുള്ള നമ്മൾ അംബാസിഡർമാരാണ്, ദൈവത്തിന്റെ അംബാസിഡർമാരാണ്. അംബാസിഡർമാരായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ദൈവവേല നമുക്ക് പൂർത്തീകരിക്കണം. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സുവിശേഷം ഇതുവരെ കേട്ടിട്ടില്ലാത്ത വ്യക്തികൾ പോയി സുവിശേഷം അറിഞ്ഞുകൊള്ളൂ. നിങ്ങളുടെ അടുത്ത് സുവിശേഷം പ്രസംഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചെന്ന് നിങ്ങളുടെ സംശയങ്ങളെ അവരുടെ മുമ്പിൽ ചോദിച്ച്, അത് നിങ്ങൾക്ക് ആ വ്യക്തിയെ ചോദ്യങ്ങൾ ചോദിച്ച് മാറ്റി നിർത്തി, അതായത് അവഹേളിക്കാനല്ല, നിങ്ങൾക്ക് സത്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള വാഞ്ചയും
ആ വാഞ്ചയിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും പോരായ്മകളും കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദൈവവചനം പ്രസംഗിക്കുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവരോട് ചെന്ന് ചോദിച്ചു നിങ്ങൾ ഇതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി എത്രയും വേഗത്തിൽ ശുശ്രൂഷയിലേക്ക്, അതായത് സുവിശേഷത്തിലേക്ക് കടന്നു വരിക. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.